Section 9.2 Motion on a curve. എന്താണ് velocity acceleration എന്ന് നമുക്ക് നോക്കാം. Suppose a particle or a body moves along a curve C so that its position at time t is given by the vector function r of t is equal to f of ti plus g of t j plus h of t k. എന്താണ് വെക്ടർ വാല്യൂ ഫംഗ്ഷൻ എന്ന് നമുക്കറിയാം. ഇവിടെ ചെയ്യുന്നത് ഒരു പാർട്ടിക്കിളോ ഒരു ബോഡിയോ മൂവ് ചെയ്യുന്നത് ഈ സി എന്ന കർവിലാണ്. സി എന്ന കർവിലൂടെയാണ്. ആ കർവിന്റെ വെക്ടർ വാല്യൂ ഫംഗ്ഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ തന്നിട്ടുള്ള വെക്ടർ വാല്യൂ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ഓരോ കമ്പോണന്റിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ വെലോസിറ്റി equal to r dash of t is equal to f dash of ti plus g dash of tj plus h dash of tk. Then acceleration എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ വെലോസിറ്റി r dash ആണ്. വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ r double dash ആണ്. So acceleration is equal to a of t is equal to r double dash of t, that is f double dash of ti plus g double dash of tj plus h double dash of tk. വെലോസിറ്റിയുടെ മോഡുലസ് വാല്യൂ നോം, അതിനെയാണ് സ്പീഡ് എന്ന് പറയാം. അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു നോം ഓഫ് വെലോസിറ്റി. വെലോസിറ്റി പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി ആണ്. ദാറ്റ് ഈസ് നോം ഓഫ് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നോം കണ്ടുപിടിക്കുക. ഒരു വെക്ടറിന്റെ നോം ഓർ മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കുക പറഞ്ഞാൽ അതിന്റെ ith കമ്പോണന്റ് കോഎഫിഷ്യന്റ് അതിന്റെ സ്ക്വയർ പ്ലസ് jth കമ്പോണന്റ് കോഎഫിഷ്യന്റ് അതിന്റെ സ്ക്വയർ പ്ലസ് kth കമ്പോണന്റ് കോഎഫിഷ്യന്റ് അതിന്റെ സ്ക്വയർ. ഇതെല്ലാം സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് dx by dt whole square plus dy by dt whole square plus dz by dt whole square. ഒരു എക്സാമ്പിൾ നോക്കാം. The position of a moving particle is given by r of t is equal to t square i plus tj plus 5 by 2 tk. Graph the curve defined by r of t and the vectors v of 2 and a of 2. ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത, നമുക്കിതിന്റെ ജോമെട്രി കൂടെ ചെറുതായിട്ട് അറിയേണ്ടതുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഗ്രാഫ് വരയ്ക്കാനാണ്. എന്നിട്ട് അതില് എന്താണ് v of 2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി at t is equal to 2 കണ്ടുപിടിക്കണം. then acceleration at t is equal to 2 കൂടെ കണ്ടുപിടിക്കണം. ആദ്യം തന്നെ r of t എടുത്ത് എഴുതി. ഇതാണ് നമ്മുടെ പാരാമീറ്റർ ഇക്വേഷൻ. ഇതാണ് വെക്ടർ വാല്യൂ ഫംഗ്ഷൻ. ഇതിന്റെ പാരാമീറ്റർ ഇക്വേഷൻ എന്തായിരിക്കും? x equal to i ന്റെ കോഎഫിഷ്യന്റ് t square, y is equal to j യുടെ കോഎഫിഷ്യന്റ് t, z is equal to k യുടെ കോഎഫിഷ്യന്റ് 5 by 2t. x is equal to t square, y is equal to t. അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫോം ചെയ്യണം. നമ്മൾ y is equal to t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? x is equal to yക്ക് പകരം t കൊടുക്കുക. അപ്പോൾ y square, x is equal to y square കിട്ടും. x is equal to y square എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പരാബോളയാണ്. xy പ്ലെയിനിൽ കിടക്കുന്ന ഒരു പരാബോളയാണ്. ഇനി നമുക്ക് നോക്കാം. That is, the path of the particle is above the parabola x is equal to y. ഇതിന്റെ ഫിഗർ നോക്കാം. ഇതാണ് x is equal to y എന്ന് പറയുന്ന പരാബോള. കാരണം ഇതാണ് x ആക്സിസ്, ഇതാണ് y ആക്സിസ്. അപ്പോൾ x is equal to ഈ വരച്ചിട്ടുള്ളതാണ് x equal to y square എന്ന പരാബോള.
when t is equal to 2, r of 2 is equal to 2y plus 2j plus 5k indicates the particle at the point P of 4, 2, 5. ഇവിടെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇത് വരച്ചത് നമുക്ക് നോക്കാം. ഇത് വരച്ചത് എങ്ങനെയാണെന്ന്. ഇത് ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ, പാരാമെട്രിക് ഇക്വേഷൻ. ഇതില് y is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? y is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ x is equal to t square എന്ന് കിട്ടും. ടിക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x is equal to z square സംതിങ് എന്ന് കിട്ടും. ഇവിടെ പറഞ്ഞു വരുന്നത് ഇതിന് എന്താ t is equal to എന്ന് കിട്ടാൻ ഈ ഇക്വേഷനിൽ നിന്ന് t is equal to എന്ന് പറയുന്നത് t equal to 2z by 5 എന്ന് കിട്ടും. ഇനി ഈ ടിയുടെ വാല്യൂ വിട്ട് കൊടുക്കുക എക്സില്. അപ്പൊ എന്ത് കിട്ടും? x is equal to 2z by 5 whole square കിട്ടും. That is x is equal to 4z square by 25 കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്താ? x is equal to 4z square by 25. It is a parabola. ഏത് പ്ലെയിനിൽ കിടക്കുന്നത്? എക്സിലും സെഡിലും കിടക്കുന്ന പരാബോളയാണ് അവിടെ കിട്ടുക. അപ്പൊ എന്തുണ്ടായത്? y is equal to എന്താണ്? y is equal to 0 കൊടുക്കണ്ട. ഈ രണ്ടെണ്ണം നോക്കുക. ഈ ഒന്നാമത്തെയും മൂന്നാമത്തെയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് പ്ലെയിനിലുള്ള ഇവിടെ y equal to 0 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1ഉം 3ഉം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു പരാബോളയാണ്. ഏത് പ്ലെയിനിൽ കിടക്കുന്നത്? എക്സ് സെഡ് പ്ലെയിനിൽ കിടക്കുന്ന ഒരു പരാബോളയാണ്. അതിനെ കുറിച്ചാണ് ഇനി ഞങ്ങൾക്ക് ഗ്രാഫിൽ പറയാൻ പോകുന്നത്. കണ്ടോ, ഇത് x is equal to y square എന്ന പരാബോള. ഈ കിടക്കുന്നത് എങ്ങനെയാ? ഈ കിടക്കുന്നത് ഒരു പരാബോളിക് സ്ട്രക്ചർ ആണ്. ഏത് പ്ലെയിനിൽ കിടക്കുന്നത്? എക്സ് പ്ലെയിനിലും എക്സ് ആക്സിസിലും z ആക്സിസിലും കിടക്കുന്ന ഒരു പരാബോളിക് സ്ട്രക്ചർ ആണ് ഈ വരച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ വന്നത്. ഇവിടെ ഒരു പരാബോള വന്നു, ഇവിടെയും ഒരു പരാബോള വന്നു. കാരണം എക്സിന്റെയും സെഡിന്റെയും പ്ലെയിനിൽ വരുന്ന ഒരു പരാബോള ആയിട്ട് നമുക്ക് ഇതിനെ വരയ്ക്കാൻ പറ്റും. ഇനി എക്സിന്റെയും സെഡിന്റെയും അതുപോലെ തന്നെ എക്സിന്റെയും വൈയിലും സെഡിലും നമുക്കൊരു പരാബോള കൺസിഡർ ചെയ്യാൻ പറ്റില്ല. രണ്ടും ലീനിയർ ആണ്, പരാബോള കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എക്സിലും സെഡിലും തന്നെയാണെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, പരാബോള കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇങ്ങനെ ഇത്രയും വിശദീകരിച്ച് പറയാനുള്ള കാരണം നിങ്ങള് ജോമെട്രി കൂടെ പഠിച്ചുകൊണ്ട് പോകേണ്ടതുണ്ട്. ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കടന്നു പോകും. പക്ഷെ നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ജോമെട്രിയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൽ നിൽക്കും, പെട്ടെന്ന് മറന്നു പോവില്ല. മാത്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും ചെയ്യും. അങ്ങനെയാണ് ഈ ഫിഗർ വന്നത്. എങ്ങനെയാണ് 4 to 5 എന്ന പോയിന്റ് കിട്ടിയത്? തന്നിട്ടുള്ള 6ല് t is equal to 2 എന്ന് കൊടുത്തപ്പോഴാണ് നമുക്ക് 4 to 5 കിട്ടിയത്. ഇതാണ് ആ പോയിന്റ്. കണ്ടുപിടിക്കേണ്ടത് ഇതേ പോയിന്റില് t is equal to 2 കൊടുക്കുമ്പോൾ കിട്ടിയ പോയിന്റാണ് 4 to 5. ഇതേ പോയിന്റിന്റെ വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കുന്നത്. അപ്പോ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പോയിന്റില് വരയ്ക്കുന്ന ടാൻജന്റ് വെക്ടർ ആണ് വെലോസിറ്റി. എന്താണ് വെലോസിറ്റി? t is equal to 2 കൊടുത്തപ്പോ
r of 2t. r of ന്റെ പോയിന്റാണ് p of 4, 2, 5. ആ പോയിന്റ് വരയ്ക്കുന്ന ടാൻജന്റ് ആണ് വെലോസിറ്റി v of 2. നമുക്കറിയാം r of t ഇതാണ്. r dash of t കണ്ടുപിടിച്ചു 2ti plus j plus 5/2k. ഇതില് 2 കൊടുക്കുക. അപ്പോൾ v of 2 is equal to 2 into 4i plus ഇത് വെറും j ആണ്, j plus 5/2k. ഇതാണ് ഈ വരച്ചിട്ടുള്ള v of 2. It's a tangent at the point 4 to 5. Then acceleration. Acceleration is equal to derivative velocity, that is equal to 2i. അപ്പോൾ 2i യുടെ പ്രത്യേകത എന്താ? 2i എന്ന് പറഞ്ഞാൽ along x-axis ആണ്. കണ്ടോ, acceleration എന്ന് പറഞ്ഞാൽ 2i ആണ്. ഇതിന്റെ മോഡുലസ് എന്താ പറയുക? അതിന്റെ മോഡുലസ് ഓഫ് a of 2 equal to square root of 2 square, that is square root of 4, that is 2. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ പറയാൻ പറ്റുക? ആക്സിലറേഷനെ കുറിച്ച് എന്താ പറയാ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ആണ്. 2y ഫോം ചെയ്തുകൊണ്ട് അലോങ് ഏത് ആക്സിസ് ആണ്? x ആക്സിസ് ആണ്. അതിന്റെ മോഡുലസ് എത്രയായിരിക്കും? 2 യൂണിറ്റ് ആയിരിക്കും. ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? പോസിറ്റീവ് 2 ആയതുകൊണ്ട് പോസിറ്റീവ് x ആക്സിലോട്ടായിരിക്കും. കണ്ടോ, ഈ ഫിഗറിന് വ്യക്തമാണ്. ഈ കിടക്കുന്ന ആക്സിലറേഷൻ മറ്റൊരു പോകുന്നത് എങ്ങോട്ടേക്കാ? y ആക്സിസിന്റെ ഡയറക്ഷനിൽ, y ആക്സിസിന്റെ പാരലായിട്ട് x ആക്സിസിന്റെ പാരലായിട്ട് x ആക്സിസിന്റെ ഡയറക്ഷനിലാണ് പോകുന്നത്. മാത്രമല്ല അതിന്റെ യൂണിറ്റ് 2 ആണ്. അതുകൂടെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഈ ആംഗിള് പെർപെൻഡിക്കുലർ ആണ് എന്ന്. പക്ഷെ അത് തെറ്റാണ്. ഈ ആംഗിള് പെർപെൻഡിക്കുലർ അല്ല. വെലോസിറ്റിയും ആക്സിലറേഷനും ഇവിടെ ഓർത്തോഗണൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ അല്ല. അത് എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കേണ്ടതുള്ളത് കൊണ്ട് ഇവിടെ പെർപെൻഡിക്കുലർ പോലെ ഫോം ചെയ്തതാണ്. സത്യത്തിൽ വെലോസിറ്റിയും ആക്സിലറേഷനും പെർപെൻഡിക്കുലർ അല്ല. അന്ന് കൃത്യമായിട്ട് പറയാനുള്ള കാരണം അതിനുള്ള തിയറി ഇതാണ്: വെലോസിറ്റിയും ആക്സിലറേഷനും പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ സ്പീഡ് ഉണ്ടല്ലോ, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റിയുടെ മോഡുലസ് അതിപ്പോഴും ഒരു കോൺസ്റ്റന്റ് വേണം. നമുക്ക് നോക്കാം. അതാണ് ഇവിടെ അടുത്ത പാരാഗ്രാഫിൽ പറയുന്നത്. സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു, മോഡുലസ് ഓഫ് VOT. അത് എത്ര കിട്ടിയത്? റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് VOT, ദാറ്റ് ഈസ് നോം ഓഫ് VOT ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 40² പ്ലസ് 29/4. കണ്ടോ, ടിയുടെ വാല്യൂ വരുന്നുണ്ട്. ടിയുടെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെലോസിറ്റി. അപ്പോൾ ഈ വെലോസിറ്റി ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് അല്ല. If a particle moves with a constant speed c, then the acceleration vector is perpendicular to its velocity vector. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമാണ് ആക്സിലറേഷനും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ വരുള്ളൂ. ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് അല്ല, അതുകൊണ്ട് തന്നെ ആക്സിലറേഷനും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ അല്ല. പക്ഷെ ഫിഗർ നോക്കുമ്പോൾ ആർക്കൊരു സംശയം തോന്നും ആക്സിലറേഷൻ വെലോസിറ്റി പെർപെൻഡിക്കുലർ ആണ് എന്ന്. പക്ഷെ തെറ്റാണ്. ഫിഗർ ഇങ്ങനെ വരയ്ക്കാനുള്ള ഏക കാരണം ഈ ആക്സിലറേഷൻ നമ്മുടെ ആക്സിസിന് പാരലാണ്. ആ ഒരു രീതിയിൽ മാത്രമാണ് ഇവിടെ 90 ഡിഗ്രി വരാൻ തോന്നാൻ കാരണം. സത്യത്തിൽ 90 ഡിഗ്രി അല്ല. ഈ ഒരു കോൺസെപ്റ്റ് വെലോസിറ്റിയുടെ മോഡുലസ് ആയ സ്പീഡ് കോൺസ്റ്റന്റ് വരുമ്പോൾ ആക്സിലറേഷനും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ വരും എന്ന കോൺസെപ്റ്റ് നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ കാണാം. Problem number 2. Remark ആയിട്ട് നമുക്ക് മുമ്പ് പറഞ്ഞ കാര്യം പറയാം. If a particle moves with a constant speed c, then its acceleration vector is perpendicular to the velocity vector. Probably കാണാം. Suppose the vector function r of t is equal to cos pi plus 2 sin tj plus 3k represents the position of the particle moving in a circular orbit. Graph the velocity and acceleration vector at t is equal to pi/4. സെക്ഷൻ 9.1 എക്സാമ്പിൾ 2 നമ്മൾ ഇത് കണ്ടതാണ്. അതേ ആ ക്വസ്റ്റ്യനിലെ അതേ ഫംഗ്ഷൻ തന്നെയാണത്.
R of t is equal to 2 cos t plus 2 sin t plus 3k. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇത് കണ്ടോ 2 ആണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇതൊരു സർക്കിൾ ആണ്. മാത്രമല്ല z is equal to 3 ആയതുകൊണ്ട് z ആക്സിസിൽ 3 യൂണിറ്റ് അകലെ കയറി കിടക്കുന്ന ഒരു സർക്കിൾ ആണിത്. അതാണ് ഇതിന്റെ ഫിഗർ എന്ന് മുൻപത്തെ വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ്. ഇതാണ് ഇതിന്റെ ഫിഗർ. R of t തന്നിട്ടുണ്ട്. R of pi by 4 കണ്ടുപിടിച്ചു. ഇതാണത്. അപ്പോൾ t is equal to pi by 4 കൊടുക്കുമ്പോൾ R of pi by 4 ഇതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? I കമ്പോണന്റ്. അപ്പോൾ ഇതിൽ നിന്ന് കറസ്പോണ്ടിങ് പോയിന്റ് നമ്മൾ എങ്ങനെ എഴുതാ? I കമ്പോണന്റ്, j കമ്പോണന്റ്, k കമ്പോണന്റ് എടുത്ത് എഴുതാം. that is √2 3. ഇതാണ് ആ പോയിന്റ്. ആ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് R of pi by 4. ഇനി ഈ പോയിന്റിലൂടെ വാട്ട് ഈസ് v of pi by 4? അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും v of pi by 4 എന്ന് പറഞ്ഞാൽ ഈ √2 3 വരയ്ക്കുന്ന ടാൻജന്റ് ആണ് v of pi by 4. ഇതാണ് v of pi by 4. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a of pi by 4 ആണ്. അതെന്ത് ആണെന്ന് കണ്ടുപിടിക്കുന്ന ഉപരിയായിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ, അതിന്റെ ജോമെട്രിയിൽ വല്ല ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിച്ചാൽ മതി? വെലോസിറ്റിയുടെ മോഡുലസ് കണ്ടുപിടിക്കുക. അതായത് സ്പീഡ് കണ്ടുപിടിക്കുക. നമുക്ക് നോക്കാം. സ്പീഡ് is equal to modulus of v of t, that is equal to root of velocity എന്ന് പറഞ്ഞ ഇതാണ്. root of -2 sin t whole square plus 2 cos t whole square plus 0 square, that is 4 into sin square t plus 4 into cos square t, that is 4 into sin square t plus cos square t is equal to 2. കോൺസ്റ്റന്റ് ആണ്. കണ്ടോ, t ഇല്ല ഇവിടെ, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സ്പീഡ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിൽ വെലോസിറ്റിയും ആക്സിലറേഷൻ നമ്മൾ ബന്ധം എന്താ? വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ആക്സിലറേഷൻ. അത്തരത്തിലാണ് ഇവിടെ ഫിഗറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ ആംഗിള് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി. ഇതൊക്കെ എങ്ങനെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക? വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ. ഇവിടെ കാണാം. വെലോസിറ്റി കണ്ടുപിടിച്ചു, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ആയി. ദെൻ സ്പീഡ് കണ്ടുപിടിച്ചു. സ്പീഡ് കണ്ടുപിടിച്ചതിൽ നിന്നാണ് ആക്സിലറേഷന്റെയും വെലോസിറ്റിയുടെയും ജോമെട്രി നമുക്ക് മനസ്സിലായത്. പെർപെൻഡിക്കുലർ ആണെന്ന് മനസ്സിലായത്. ദെൻ ക്വസ്റ്റ്യനിൽ ഒരു പറഞ്ഞിട്ടുണ്ട് v of pi by 4 കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചു. ദെൻ I of pi by 4 അതും നമ്മൾ കണ്ടുപിടിച്ചു. കാരണം വെലോസിറ്റിയിലും ആക്സിലറേഷനും t is equal to pi by 4 കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൻസർ നമുക്ക് കിട്ടും. Then centripetal acceleration. For a circular motion in the plane, ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. R of t is equal to R0 cos omega ti plus R0 sin omega t. R0 and omega constants. Then ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. R dash of t. R dash of t is equal to minus R0 omega sin omega ti plus ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ R0 കോൺസ്റ്റന്റ് ആണ്, sin omega t യുടെ cos omega t into omega j. then R double dash കണ്ടുപിടിക്കുക. ഇതിന്റെ ഇപ്പോൾ മൈനസ് R0 omega കോൺസ്റ്റന്റ് ആണ്, then sin omega t യുടെ cos omega t into omega plus cos omega t യുടെ ഡെറിവേറ്റീവ് മൈനസ് sin omega t into omega ബാക്കിയുള്ള എഴുതി. then സിംപ്ലിഫിക്കേഷൻ ആണ്. എന്ത് മൈനസ് omega സ്ക്വയർ ആണ്. ഇനി ശ്രദ്ധിക്കുക, R double dash എന്ന് പറഞ്ഞാൽ എന്തായി? ആക്സിലറേഷൻ ആയി. അപ്പോൾ ആക്സിലറേഷൻ is equal to minus a constant square into the given function R. അതാണ് ഇവിടെ പറയുന്നത്. That is the acceleration vector A of t equal to R double dash of t points in the direction opposite to that of the position vector R of t. We then say I of t is centripetal acceleration. അപ്പോൾ centripetal acceleration ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഒരു ഫംഗ്ഷൻ തരും, വെക്ടർ ഫംഗ്ഷൻ R of t. അതിന്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോഴാണ് ആക്സിലറേഷൻ വന്നത്. ആ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആവണം? മൈനസ് ഇടുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ആർ ആയി. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിക്ക്. ദാറ്റ് ഈസ്
acceleration vector a double dash of t a of t is equal to r double dash of t points in the direction opposite to that of the position vector r of t. തന്നിട്ടുള്ള പൊസിഷൻ വെക്ടറിനോട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം അതിന്റെ ആക്സിലറേഷൻ. അത്തരത്തിലാണെങ്കിലാണ് ആ ആക്സിലറേഷനെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്.